തുടർച്ചയായിട്ടുള്ള വീഡിയോ ചെയ്യുക. അത് എമ്പുരാൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. കാരണം നമുക്കിഷ്ടപ്പെടുന്ന ഒരു ചിത്രത്തെപ്പറ്റി നമ്മൾ പറയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നു. അപ്പം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പല ഓരോ സൈഡിലും മണിക്കൂറുകൾക്കുള്ളിൽ പല പല കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. രാത്രി തന്നെ ട്രെയിലർ റിലീഫ് ആവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇപ്പം പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ട്രെയിലറിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച ഒരു സംവിധായകൻ എന്ന് പേര് കേട്ട രാജമൗലി, അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, പ്രഭാസ് എന്ന് വേണ്ട എല്ലാവരും ഈ ചിത്രത്തെ ട്രെയിലറിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഓൾ ഇന്ത്യയിൽ ഇതിനൊരു പ്രത്യേക സ്വീകാര്യത കിട്ടി എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ബോംബെയിലെ ഇന്നത്തെ ഫംഗ്ഷനും നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമായി, ഒരു മലയാള സിനിമയിലുപരി ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് എമ്പുരാൻ വളരെ വേഗം വളർന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ എമ്പുരാൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന പോലെ ആദ്യ ദിനം 10 കോടിയോ 20 കോടിയോ ഒന്നുമല്ല നമ്മൾ സ്വപ്നം കാണുന്നത്. 50 കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു മലയാള ചിത്രം സ്വപ്നം കാണുന്നത് എന്ന് ഓർക്കുമ്പോൾ എമ്പുരാൻ്റെ ഹൈപ്പ് എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ചിത്രങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഹിന്ദി അല്ലെങ്കിൽ തമിഴ്, വിജയുടെ ചിത്രങ്ങൾ, രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ, അതുപോലെ പ്രഭാസിൻ്റെ ചിത്രങ്ങൾ, രാജമൗലിയുടെ ചിത്രങ്ങൾ, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ 100 കോടി ഒക്കെ അടുപ്പിച്ച് ആദ്യ ദിന കളക്ഷൻ നേടുമ്പോൾ നമ്മൾ ഞെട്ടലോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എമ്പുരാനെ പോലുള്ള ചിത്രം ആ ലെവലിലേക്ക് ഉയരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു മലയാള സിനിമയാണല്ലോ ഈ രീതിയിലേക്ക് ഉയരുന്നത് എന്ന് നമ്മൾ നോക്കി കാണേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ എമ്പുരാനെ പറ്റിയുള്ള പല വാർത്തകളും വന്നുകൊണ്ടിരിക്കും. പ്രീഫെയിൽ കളക്ഷൻ ഞാൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 16 കോടിയിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഞെട്ടലോടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അമേരിക്കയിൽ തരംഗമാകുന്നു, കാനഡയിൽ തരംഗമാകുന്നു, ഇപ്പോഴിതാ ജർമ്മനിയിലും വൻ തരംഗമായി എമ്പുരാൻ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. കാരണം ബുക്കിംഗ് തുടങ്ങി 1,00,000 യൂറോയിലേക്ക് എമ്പുരാൻ്റെ കളക്ഷൻ മാറിയിരിക്കുന്നു. പ്രീഫെയിലാണ് എന്ന് പ്രത്യേകം ഓർക്കുക. കാരണം ആദ്യ ദിന കളക്ഷൻ ഏകദേശം 1,00,000 യൂറോയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിന് പിന്നിലായ 2 ചിത്രങ്ങൾ, പുഷ്പ 2, അല്ലു അർജുൻ എന്ന് പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്നിട്ടുള്ള ചിത്രം ഇതിന് പിന്നിലായിപ്പോയി. അതുപോലെ പ്രഭാസിൻ്റെ കൽക്കി എന്ന ചിത്രവും പിന്നിലായിപ്പോയി എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത. അതുപോലെ തന്നെ എമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ചിത്രങ്ങൾ, 2 ഷാരൂഖ് ഖാൻ്റെ ചിത്രമാണ്. ഷാരൂഖ് ഖാൻ്റെ 2 ചിത്രങ്ങൾ ജവാനും പത്താനും. ജവാൻ എന്ന് പറയുന്ന ചിത്രമാണ് എമ്പുരാനും മുകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ജവാൻ്റെ കളക്ഷൻ 1,46,000 യൂറോ ആണ് എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. അങ്ങനെയെങ്കിൽ ഇനി 7 ദിവസം കൂടിയുള്ള 7 ദിവസം റിലീഫ് ചെയ്യാൻ കൂടിയുള്ള എമ്പുരാൻ അത് നിഷ്പ്രയാസം തകർക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജർമ്മനിയിൽ ഒരു ഇന്ത്യൻ സിനിമ കാണുന്ന ഏറ്റവും വലിയ കളക്ഷനിലേക്ക് എമ്പുരാൻ എത്തും എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അങ്ങനെ എമ്പുരാന് ഞാൻ പറഞ്ഞില്ലേ 1,00,000 യൂറോ കടന്നിരിക്കുന്നത്, ഏകദേശം 7,000 ടിക്കറ്റോളം വിറ്റുപോയിരിക്കുന്നു എന്നാണ് ജർമ്മനിയിൽ നിന്ന് കിട്ടുന്ന വാർത്ത. അങ്ങനെ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ ജർമ്മനിയിൽ ഇങ്ങനെ ടിക്കറ്റ് വിൽക്കും, ഇങ്ങനെ കളക്ഷൻ നേടുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏകദേശം 1 യൂറോയ്ക്ക് ഏകദേശം 93 രൂപയ്ക്ക് മുകളിലുണ്ട്. അങ്ങനെയെങ്കിൽ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇപ്പോൾ തന്നെ അവിടെ നേടിയിരിക്കുന്നു, ഫ്രീ ഫെയിലായിട്ട് തന്നെ നേടിയിരിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ലോക സിനിമ എന്തുമാത്രം അത്ഭുതത്തോടെയാണ് കാണുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഷാരൂഖ് ഖാന്, മോഹൻലാൽ ഷാരൂഖ് ഖാൻ്റെ പിന്നിൽ മാത്രമാണ് ഇപ്പോൾ പടം റിലീഫ് ചെയ്യുമ്പോൾ ഷാരൂഖ് ഖാന് മുകളിൽ ഒരു മലയാള നടൻ ജർമ്മനിയിൽ എത്തുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അത്ഭുതത്തോടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം മലയാള സിനിമയുടെ ഒരു ചവിട്ടുപടിയായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇനിയുള്ള മലയാള ചിത്രങ്ങളെല്ലാം തന്നെ
നമുക്ക് മികച്ച അഭിനേതാക്കളുണ്ട്, മികച്ച ടെക്നീഷ്യന്മാരുണ്ട്. പക്ഷേ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് മുടക്കുന്ന തുക 20 കോടിയോ 10 കോടിയോ ഒക്കെ മുടക്കിയാണ് ചിത്രങ്ങൾ എടുക്കുന്നത്. കാരണം മലയാളത്തിന് മാത്രമേ അതിന് മാർക്കറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനും വലിയ ഹൈപ്പിൽ പോകുന്ന ചിത്രങ്ങൾ മാത്രമേ ഇന്ത്യൻ ഭാഷകളിലൊക്കെ ഒരു സാമാന്യം പ്രകടനം കാഴ്ചവെക്കത്തുള്ളൂ. അതിനൊരു ഉദാഹരണമായിരുന്നു മാർക്കോ ഇന്ത്യയിലെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഒരു ആവറേജ് പ്രകടനം കാഴ്ചവെച്ചു. അതൊന്നും പോരാ. ഒരു മലയാള സിനിമ 100 കോടി മുടക്കി അല്ലെങ്കിൽ 200 കോടിയൊക്കെ മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ ലോകത്തെമ്പാടും ആ ചിത്രം വിറ്റഴിക്കണം. അത് തന്നെയാണ് തെലുങ്കിലും കന്നഡയിലും അതുപോലെ തമിഴിലും ഒക്കെ നമ്മൾ കാണുന്നത്. ആ ലെവലിലേക്ക് എമ്പുരാൻ ഉയരുന്നു, മലയാള സിനിമ ഉയരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കണ്ടത്. മോഹൻലാലിൻ്റെ ചിത്രമായിട്ട് നമ്മളത് കാണണ്ട. കാരണം മോഹൻലാലിന് ഇഷ്ടമില്ലാത്തവരും ഒരു കാര്യം മനസ്സിലാക്കുക, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടന് മാത്രമേ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണുക. ലാലേട്ടനും പൃഥ്വിരാജും ചേർന്ന് മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പം നടക്കുന്നത്. എമ്പുരാനിലൂടെ അത് ലോക സിനിമ മലയാള സിനിമയെ അറിയുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്, നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ഫാസ്റ്റ് ഫൈറ്റുകളെല്ലാം മാറ്റി വെക്കുക. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഈ ചിത്രം അമേരിക്ക, കാനഡ, ജർമ്മനിയിലെ, നെതർലൻഡ്സിലെ അങ്ങനെ ഈ ബുക്കിംഗ് തുടങ്ങിയ പലയിടത്തും ഇത് വൻ തരംഗമാകുന്നു. കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നു. പല ഇന്ത്യൻ സിനിമകളും താഴേക്ക് പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പം തന്നെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പുഷ്പ 2 ഈ ലോകമെമ്പാടും ഒത്തിരി തിയേറ്റർ റിലീഫായ ചിത്രമാണ്. എന്നിട്ട് പോലും പുഷ്പ 2 ജർമ്മനിയിലെ $1,00,000 യൂറോ എന്ന് പറയുമ്പം എമ്പുരാൻ്റെ വിജയം നമ്മളൊന്നും പ്രത്യേകം കാണണം. അപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന $1,46,000 നേടിയ ജവാൻ എന്ന് പറയുന്ന ഷാരൂഖ് ഖാൻ ചിത്രം നിഷ്പ്രയാസം എമ്പുരാൻ മറികടക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം ഇനി 7 ദിവസമുണ്ട്. ആദ്യ ദിന കളക്ഷനാണ് പറയുന്നത്. എമ്പുരാൻ റിലീഫായതിനു ശേഷം ജർമ്മനിയിൽ എത്ര കോടി രൂപ നേടും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണ്ട കാര്യമാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്നു എമ്പുരാൻ. അതുപോലെ ഇന്ത്യൻ സിനിമയിലെ എല്ലാ സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്ന ഒരു ചിത്രമായിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുന്നു. അതുതന്നെയാണ് ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന അഭിനന്ദനങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നത്. ഇന്ന് ബോംബെയിലെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അമേരിക്കയിലും കാനഡയിലും ജർമ്മനിയിലും അതുപോലെ തന്നെ നെതർലൻഡ്സിലും ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിലെ വിജയം നമുക്ക് കാണിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ പ്രകാരം ഏകദേശം 16 കോടി രൂപയോളം നേടിയെന്ന്. എനിക്ക് തോന്നുന്നു എമ്പുരാന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയേ ഉണ്ടാവില്ല. കാര്യം ഒരു മലയാള സിനിമ ഇത്രമേൽ കളക്ഷൻ നേടുമോ എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഈ പൃഥ്വിരാജും അതുപോലെ ആന്റണി പെരുമ്പാവൂർ 140, 150 അല്ലെങ്കിൽ 200 കോടി രൂപയൊക്കെ മുടക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെ ഇത് കളക്ട് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷേ അത് മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ അവരത് ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നേരത്തെയൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നഷ്ടത്തിൽ കലാശിക്കും എന്ന് പറഞ്ഞ പല നിർമ്മാതാക്കളും ഇപ്പം വാർത്താ ചാനലുകളിൽ നിന്ന് പറയുന്നത് കേട്ടു. ഏതായാലും അത് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറയുമ്പം അത് തന്നെ ഈ ചിത്രത്തെ പറ്റിയുള്ള ഒരു വൻ വിജയമാണ്. കാരണം ഇനി റിലീസ് ചെയ്യാൻ 7 ദിവസം കിടക്കുന്നു. ചിത്രത്തെപ്പറ്റി എന്താണ് ട്രെയിലറും ടീസറും ഒക്കെ കണ്ട് നമ്മൾ പോസിറ്റീവ് പറഞ്ഞെങ്കിലും ചിത്രം തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ അതൊരു എന്താ പറയുന്നത്, പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ലെവലങ്ങ് വേറെ ലെവലായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ വളരുമെന്ന് നിസ്സംശയം പറയാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എമ്പുരാൻ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമ്മുടെ വീഡിയോകളും തീരുന്നില്ല. കാരണം തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. കാരണം എമ്പുരാനെ പറ്റി ഏതെങ്കിലും ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു മോഹൻലാൽ സിനിമയുടെ എമ്പുരാൻ വിശേഷവുമായി
ഉടൻ തന്നെ എനിക്ക് എത്താൻ പറ്റും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ, ബായ്.